സർ, ഈ ബജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൊതുരംഗവും സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ചൊരു വാചകമുണ്ടോ? സർ, എന്ത് ആഘോഷമാണ് ഇത്! പ്രൈവറ്റൈസ് ചെയ്യാൻ പോയാൽ സർ, ഒരു സ്ഥാപനവും പ്രൈവറ്റൈസ് ചെയ്യില്ല. ഒരു സ്ഥാപനവും. എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് ചർച്ച. സമൂഹ മാധ്യമങ്ങളിലും ഒരു വാചകം ഈ ബജറ്റിലില്ല. സർ, ഞങ്ങൾക്ക് കൃത്യമായ നയമുണ്ട് ഇക്കാര്യത്തിൽ. ഞങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ പോകുന്നവരല്ല. നിങ്ങൾ നോക്കിക്കോ, KSRTC 3000 കോടി നിങ്ങൾ കൊടുക്കാനുള്ള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഞങ്ങൾ മാറ്റം വരുത്തും. KSRTCയെ സ്വയം പര്യാപ്തമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല എന്നിവിടെ ആരോ പറഞ്ഞു സപ്ലൈകോയെ പറ്റി. ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല സാറേ, പറയുന്നതിനേക്കാൾ നല്ല പ്രവർത്തിക്കാനാ. അതിലൊരു വാചകമുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മോഡലിൽ സംഭരണം നടത്തും സപ്ലൈകോ, ലാഭമുണ്ടാക്കും. സർക്കാർ സബ്സിഡി കൊടുക്കാതെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഞങ്ങൾ സ്വയം പര്യാപ്തമാക്കും. സാർ, വെള്ളാനകളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉണ്ടാക്കി പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി ഒന്നും നോക്കാതെ എല്ലാ വർഷം കൊടുക്കലല്ല ഈ ഗവൺമെന്റിന്റെ ജോലി. കൃത്യമായ പരിപാടികളും പദ്ധതികളും ഇട്ട് ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തമാക്കണം, ലാഭകരമാക്കണം. അതാണ് ഇതുവരെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയ്യാത്ത സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. വലിയ സ്വകാര്യ സംരംഭങ്ങൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യും, ലാഭമുണ്ടാക്കും, സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കും. അല്ലാതെ അത് സപ്ലൈകോ അടച്ചുപൂട്ടുമല്ല, KSRT അടച്ചുപൂട്ടുമല്ല. KSEB ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു. ഇപ്പൊ എത്ര ആയിരം കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാൻ ഈ 25 വർഷത്തേക്ക് കരാറുണ്ടാക്കി ഇറങ്ങിപ്പോയതാ ഉമ്മൻചാണ്ടി സർക്കാർ. 7 വർഷം നിങ്ങൾ വാങ്ങിച്ചു, 1 വർഷം ഞങ്ങൾ വാങ്ങിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആ കരാർ റദ്ദായി. അഴിമതിയാണ്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റിന് മേടിച്ചിരുന്ന വൈദ്യുതി ഇപ്പൊ മേടിക്കുന്നത് എത്രയ്ക്കാ? കരാർ റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും. കോടികളാണ് ഒരു ദിവസം KSEBയുടെ നഷ്ടം. നയമാണത്രേ, പൊതുമേഖലയെ സംരക്ഷിക്കുന്ന നയം. കോടികൾ, 10,000 കോടി രൂപയുടെ നഷ്ടം. പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം കൊടുക്കുക, 4-5 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി പാവപ്പെട്ടവന്റെ തലയിൽ വെക്കുക. അതല്ല സാർ ഈ സർക്കാരിന്റെ നയം. ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ വൈദ്യുതി ബോർഡിനെ ഞങ്ങൾ ലാഭത്തിലാക്കും. ജനങ്ങളുടെ ഞങ്ങൾ അന്ന് 22 പൈസ കുറച്ചു കൊടുത്തു ഒരു യൂണിറ്റിന്. ആര്യാട് സാർ മന്ത്രിയായിരിക്കുമ്പോ, മനസ്സിലായില്ലേ? അതിനെ ഞങ്ങൾ നവീകരിക്കാൻ പൂട്ടുകയല്ല, അതിനെ എഫിഷ്യന്റ് ആക്കും. അതാണ് ഞങ്ങളുടെ സമീപനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാട് മുഴുവൻ പ്രചരിപ്പിക്കുക കരിമണൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞ വാചകം ഇവിടെ കോട്ട് ചെയ്തു ഇല്ലേ? ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി കരിമണലിനെ കുറിച്ചുള്ള പോളിസിയെ കുറിച്ച് പറഞ്ഞ വാചകം 2024 പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. വാക്കുമാറില്ല, യു ടേൺ ഇല്ല, ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. എന്താണ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടി സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സംയുക്തമായി, ഒരുമിച്ച്. ആരൊക്കെയാണ് ഇതിൽ പങ്കാളികൾ? കൺസോർഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം കോൾ ഇന്ത്യ ലിമിറ്റഡ്, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം KMML, കേരളത്തിന്റെ കെൽട്രോൺ, ടൈറ്റാനിയം ആൻഡ് NFTDC കേന്ദ്രത്തിന്റെ. ഈ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൺസോർഷ്യം. അവിടെ ഒരു പ്രൈവറ്റൈസേഷനും ഇല്ല, മൈനിങ് ഇല്ല സർ, മൈനിങ് ഇല്ല. ഈ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ആണ്, വാല്യൂ അഡീഷൻ. ആ വാല്യൂ അഡീഷൻ ചെയ്താൽ ആയിരക്കണക്കിന് കോടി രൂപ കിട്ടും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി കൂടി അനുസരിച്ച് ആ ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ ഞങ്ങൾ ഉണ്ടാക്കും. എല്ലാം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ.